ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് പവർഫുൾ കിച്ചൻ. ഇന്ന് കിച്ചണിൽ നമുക്ക് ഇടിച്ചക്ക കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചെറുതായി അരിയുക, സവാള ചെറുതായി ചോപ്പ് ചെയ്യുക, പിന്നെ നമുക്ക് കറിവേപ്പില, മല്ലിയിലയും ചേർക്കാട്ടോ. പിന്നെ ബ്രെഡ് ക്രംസും കോഴിമുട്ടയും നമ്മൾ അവിടെ മാറ്റി വയ്ക്കുക. ഇടിച്ചക്ക വേവിച്ച് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വയ്ക്കുക. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് മുരിഞ്ഞ് വരുന്ന ഒരു മൂത്ത് വരുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം, ഇഞ്ചി, പച്ചമുളക് ഇവയൊക്കെ ഒന്ന് ഇട്ട് മൂപ്പിക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, അതൊന്ന് മൂത്ത് വന്ന ഒരു പ്രത്യേക സ്മെല്ല് വരാണ്ട് ആ സമയം നമുക്ക് ഇഞ്ചി ചെറുതായി അരിയണം എല്ലാതും. സവാള കുറച്ച് കൂടുതൽ എടുക്കുക. ഞാനിവിടെ എല്ലാം ഒന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങ്, അതുപോലെ ഒരു സവാള, ഒരു പച്ചമുളക്, അങ്ങനെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 6 അല്ലി. അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ആ സമയം നമുക്ക് കറിവേപ്പില ചെറുതായി അരിയാം, അതുപോലെ മല്ലിയില അരിഞ്ഞിട്ടും ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചേർത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സവാള എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, 2 എണ്ണം എടുത്ത്. സവാള കുറച്ച് മുന്തി നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ് കട്ട്ലേറ്റിന് കേട്ടോ, അതൊരു ടേസ്റ്റാണ്. ഇനി സവാള നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം, അപ്പോൾ ഒരു മണം വരും, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിട്ടു. സവാള പെട്ടെന്നൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നതിന് വേണ്ടി അല്പം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. നമ്മൾ ഇടിച്ചക്ക നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതൊന്ന് കൈകൊണ്ട് ഉടച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടും വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തന്നെയാണ്. കട്ട്ലേറ്റിൻ്റെ എല്ലാ കൂട്ടുകളും നമ്മൾ അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ സമയം നമുക്ക് നമ്മുടെ ഇടിച്ചക്ക ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം ആക്കുക. ഇനി അതിലേക്ക് മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ മസാലയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ്. പിന്നെ ഗരം മസാല പൗഡർ, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇളക്കിയതിന് ശേഷം നന്നായി യോജിപ്പിക്കുക. അപ്പോൾ എനിക്ക് പനിയുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ, ഒന്ന് ക്ഷമിക്കുക. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം നമ്മളൊന്ന് ഉടച്ച് ചേർക്കുക. ഇനി നമ്മൾ തവി കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഈ സമയം വേണമെങ്കിൽ മല്ലിയില ചോപ്പ് ചെയ്തതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളത് എന്ത് ചെയ്യും, മാറ്റി വയ്ക്കുക. തീയെല്ലാം ഓഫാക്കി മാറ്റി വെച്ചു. ഇതുപോലൊരു അടപ്പിൽ നമ്മൾ ഉരുളകളാക്കി പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഷേപ്പാക്കി മാറ്റുക. എന്നിട്ട് കോഴിമുട്ട അടിച്ചതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമ്മുടെ ബാക്കിയുള്ള മസാലക്കൂട്ടും ഇടിച്ചക്കയും എല്ലാം കൂടി നന്നായിട്ട് ഉരുളകളാക്കി ഇതുപോലെ അടപ്പിൽ വെച്ച് ഷേപ്പാക്കിയതിന് ശേഷം കോഴിമുട്ടയിൽ മുക്കുക. അതുപോലെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യുക, ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള ഇടിച്ചക്ക എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു 8 കട്ട്ലേറ്റാണ് എനിക്കിവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അത്രയേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് വളരെ കുറച്ച് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഓരോ ഭാഗമായി വരുമ്പോഴും എല്ലാം സെപ്പറേറ്റ് വേവിച്ചെടുത്ത സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ ഒരു വേവിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. എന്നാൽ ഒരു വിധം ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇരുപുറവും ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഒരു പുറം ആയിട്ടുണ്ടായിരുന്നു, നമ്മൾ മറച്ചിട്ടു. ഇനി നമുക്കത്
ആയോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇടിച്ചക്കയൊക്കെ നമ്മുടെ കേരളീയർക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. കിട്ടുമ്പോഴെല്ലാം എപ്പോഴും തോരനും ഉപ്പേരിയും വെച്ച് ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇടിച്ചക്ക ഇഷ്ടമില്ലാത്തവർക്ക് കൂടി നമുക്കത് കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്